ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കലാമണ്ഡലം സത്യഭാമയെ എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് കേട്ടോ. 1 ഇയർ ഒക്കെ ആയിട്ടുള്ളൂ ആളെ ശരിക്കും കലാമണ്ഡലം സത്യഭാമയെ അറിഞ്ഞു തുടങ്ങിയിട്ട്. ആൾക്കൊരു 65 എബോ 70 ആ റേഞ്ച്, 70-75 എത്രയെന്ന് അറിയില്ല, എന്തായാലും 65 എബോ ഉണ്ട്. അപ്പോൾ അത്രയും വയസ്സുള്ള ആള് അറിയപ്പെടുന്നത് ഇപ്പോഴാണ്. അത് എന്തിൽ കൂടിയാണ് അറിയപ്പെട്ടത് എല്ലാവർക്കും അറിയാം. RLV രാമകൃഷ്ണൻ, അതായത് കലാഭവൻ മണിയുടെ അനിയൻ രാമകൃഷ്ണൻ ഒരു മോഹിനിയാട്ടം കളിച്ചപ്പോൾ, കറുത്തവർ മോഹിനിയാട്ടം കളിച്ചാൽ നല്ലതല്ല, ഇയാൾക്ക് ഒട്ടും ചേരുന്നില്ല, ഇയാളുടെ മുഖം ദേ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട മുഖം വെച്ചിട്ടാണോ മോഹിനിയാട്ടം കളിക്കുന്നത്, മോഹിനിയാട്ടം കളിക്കാൻ നല്ലൊരു മുഖശ്രീ വേണം, ഈ കറുത്ത വർഗ്ഗക്കാർക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ചു രാമകൃഷ്ണനെ ആ സമയങ്ങളിൽ. ഇയാൾക്ക് മോഹിനിയാട്ടം കളിക്കാൻ അറിയില്ല, ഇയാൾ കളിച്ചാൽ ശരിയാകത്തില്ല, ഭംഗിയില്ലാത്തവർ കളിച്ച മോഹിനിയാട്ടം ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കലാഭവൻ എന്ന് ഞാൻ പറയുന്നത്, കലാമണ്ഡലം സത്യഭാമ ഒരുപാട് പ്രസ്താവന ഇറക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഫുൾ എയറിലായിരുന്നു. ആളെ എയറിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എല്ലാവരും ഈ ആളെ അറിയുന്നത് തന്നെ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിയുന്നത് തന്നെ, അല്ലെ? ശരിക്കും ഈ കലാമണ്ഡലം സത്യഭാമയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. അപ്പൊ എന്താണ് സംഭവം? ഇപ്പൊ നടന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, 1 വർഷം മുന്നേ ഈ രാമകൃഷ്ണൻ നെ വിമർശിച്ചപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു. രാമകൃഷ്ണൻ കളിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ, ഭംഗിയില്ല എന്ന് പറഞ്ഞപ്പോൾ, കറുത്തവർഗക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഈ സത്യഭാമയെ വിമർശിച്ചു, ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. അതിലൊരാളായിരുന്നു മറിമായത്തിൽ അഭിനയിക്കുന്ന സ്നേഹ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന ആള് തന്നെ. ഇപ്പൊ ഈ ശ്രീകുമാറായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്നേഹ മറിമായത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സ്നേഹയെ കൊണ്ട് ഇതേപോലെ തന്നെ ഏതോ ഒരു പത്രം നടത്തുന്ന ആൾക്കാർ ചോദിച്ചപ്പോൾ സ്നേഹ കുറച്ച് മറുപടിയൊക്കെ കൊടുത്തു. ഈ കലാമണ്ഡലം സത്യഭാമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, സ്നേഹയും കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുള്ള ആളാണല്ലോ, അപ്പൊ സ്നേഹ ഒരു മറുപടി കൊടുത്തിരുന്നു. അതെന്താണെന്ന് നോക്കാം. അതിന് ചൊല്ലി ആള് സത്യഭാമ മറുപടി കൊടുക്കുന്നത് 1 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ്. അപ്പോഴാള് വിചാരിച്ചു, 2025 RLV രാമകൃഷ്ണനെ വെച്ചിട്ട് ഞാൻ എയറിൽ പോയി, എനിക്ക് സന്തോഷമായി, 2026 ഇറക്കാം അടുത്ത പ്രസ്താവന എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആൾ ഇത്രയും നാള് വേണ്ടാന്ന് വെച്ചത് കേട്ടോ. 1 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ സ്നേഹ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത് 1 വർഷം മുന്നാണ്. അതിനുശേഷം മറുപടി കൊടുക്കുന്നത് ഇപ്പോഴാണ്. അത് എന്തിന്റെ ബേസിലാണെന്നറിയില്ല. ഇനി എന്താണ് സ്നേഹ പറഞ്ഞത് അത് നമുക്ക് നോക്കാം. ഞാൻ എന്റെ അഭിപ്രായം അന്ന് തന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ്. ഇത് അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത്. ഒരു ടീച്ചർ എന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല. അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല. നോർമലി നമുക്കറിയാം, നമ്മള് മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എത്രത്തോളം മാനസിക പീഡനം അവര് സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ദയവേത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത്, ഇത്തരം ജഡ്ജസിനെ ദയവേത് നിങ്ങൾ വിളിക്കരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ദയവേത് അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ രാമകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാഭവൻ ചേട്ടന്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ. അപ്പോ രാമകൃഷ്ണേട്ടനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട്, ഈ വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? അവർക്ക് തന്നെയാണ്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 66 വയസ്സായി, എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത് എന്ന്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതും. പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ
ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സ്നേഹ ശ്രീകുമാർ പങ്കുവെച്ചത്. ഒരു വർഷം മുന്നെയാണ് കേട്ടോ. അന്നൊന്നും ഈ കലാമണ്ഡല സത്യഭാമ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല, മറുപടിയും കൊടുത്തില്ല. ശരിക്കും ഈ കലാമണ്ഡല സത്യഭാമ സംസ്കാരമില്ലാത്തവൾ തന്നെയാണ് അല്ലെ. ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഈ സ്നേഹ പറഞ്ഞ ശരിയാണ്, ടീച്ചർ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ആളിറങ്ങി വന്ന് ഈ സ്നേഹ ശ്രീകുമാറിനെ കിടന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹ പറഞ്ഞാൽ എന്തെങ്കിലും ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആള് പറഞ്ഞ കാര്യത്തിൽ, സത്യഭാമ പറഞ്ഞ കാര്യത്തിൽ ആണ് ക്രിറ്റിസൈസ് ചെയ്ത് സ്നേഹ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണ് മനുഷ്യര്. ഒരാൾ പറഞ്ഞ കാര്യം ഒരാൾ ചെയ്ത കാര്യത്തിലോ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ അവരെ ബോഡി ഷെയ്മിങ് ചെയ്ത്, കണ്ടില്ലേ വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നത്, കണ്ടില്ലേ കറുത്തിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടല്ല ഒരാളെ നമ്മൾ വിമർശിക്കേണ്ടത്. ഇനി നമ്മുടെ ഇതിന് മറുപടിയായിട്ട് നമ്മുടെ സത്യഭാമ ടീച്ചർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ദേഷ്യം കാലും കൂടെ അരിച്ചു കയറും. കേൾക്കാം. വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി, അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി, അതിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ളൂ. നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ? എന്തോ കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ. എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? അതെ. നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും. എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ. നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ. മനസ്സിലായ? നീ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്. മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി? നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക. അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ. നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട്. നീ ഒന്ന് കളിച്ചേ. നീ പഠിച്ചത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴും അറിയണ നീ തുള്ളലാണ് പഠിച്ചേന്നുള്ളത്. തുള്ളല് ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? നീ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? അതിനാടി ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്. എന്താ അറിയാ, ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത്. ഞാൻ അങ്ങനെയാ. എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. നീ അതാണോ ചെയ്തേ? നീ എന്റെ ആ കേസിന്റെ ഡേ പൊടി, ഈ വക വർത്തമാനമാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. ശരിക്കും ഒരു ടീച്ചർ തന്നെയാണോ? അറിയില്ല. ശരിക്കും അടി കൊടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് ഇവരെ അല്ലെ. ഇവര് വായിൽ നിന്ന് വരുന്നത് നോക്ക്. എടി പൊടി, നീ എന്തടിയാ എന്നെ വിചാരിച്ചേ? പിന്നെ ഇവരെ അടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ വെച്ചാൽ അടിച്ചു കഴിഞ്ഞ ഒരു കയ്യിൽ പെട്ടാലോ. അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാവരും ഓങ്ങി വെച്ച് പോകുന്നത് തന്നെ. പലവരെയൊന്നും പല സൈസിലും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. വായ കൊണ്ട് പറഞ്ഞിട്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും. യഥാർത്ഥ എന്താണ് ഈ കലാമണ്ഡലം സത്യഭാമ മരിച്ചിട്ടുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ്. ഇവരുടെ വിചാരം ഇവര് വലിയ നന്നായി നർത്തകിയാണ്, അല്ലെങ്കിൽ ഇവര് നല്ല ഭംഗിയുള്ളവളാണ് എന്നൊക്കെയാണ്. സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്നേഹ ശ്രീകുമാറിനെ വെച്ച് നോക്കുമ്പോൾ ഇവര് പറയുന്നുണ്ടല്ലോ, സ്നേഹ ശ്രീകുമാർ ഊത്ത കവളും തടിച്ചുയാണ്, കാണാനൊരു കോലവുമില്ല, ഇവളൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും ആ സ്ത്രീയും ഈ സത്യഭാമയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് പിന്നെയും തോന്നുന്നത് സ്നേഹ ശ്രീകുമാറാണ് നല്ലത്. ബോഡി ഷേമിങ് പാടില്ല. ആരെയും ബോഡി വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. അവരുടെ മനസ്സ് വെച്ച് മാത്രം അളന്നാൽ മതി. ഇപ്പൊ ഈ കലാമണ്ഡല സത്യഭാമയുടെ മനസ്സ് വെച്ച് ഒരിക്കലും അളക്കാൻ പറ്റത്തില്ല. നമുക്കറിയാലോ. ഇപ്പൊ ഇതിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന കണ്ടില്ലേ. പിന്നെ ആള് പറയുന്നത് മുഖത്ത് ചായം തേക്കുന്നവരെല്ലാരും ഒരുമിച്ച് നിക്കണോടി, നീ എന്താടി ഇങ്ങനെ നടക്കുന്നത്, ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ നിക്കണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും കുശുമ്പും അസൂയും നിറച്ചിരിക്കുന്ന ഒരു അമ്മാമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും സത്യഭാമ, ഈ കലാമണ്ഡല സത്യഭാമയെ. അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ പറഞ്ഞതിന് ആൻസർ ഇപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് വരുമോ? ഇല്ല, അത് മനസ്സേ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വയസ്സിലും ഇത്രയും പക വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നത്? ഒരു തൊട്ടാ പൊട്ടുന്ന പ്രായമോ അല്ലെങ്കിൽ ചോര തിളയ്ക്കുന്ന പ്രായമോ അല്ല. ഇത്രയും വയസ്സ് 10-70 വയസ്സായിട്ട് പോലും ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും വെച്ച് നടക്കാൻ എങ്ങനെ പറ്റുന്നേ?
അറിയത്തില്ല. ഇത് നാമവും ജപിച്ച് നടക്കുന്ന പ്രായമാണ്. അപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അവരുടെ അടുത്ത് എന്തുണ്ടാവുകയുള്ളൂ, ഒരു ബഹുമാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ട് പോലും ബഹുമാനം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആണോ അഭിനയിച്ചോണ്ട് നടക്കണ? അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കണം. വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെ എന്താ ഉർവശി ശാരദ എന്ന് ആരും വിളിക്കാത്ത? വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ. അവരെ പേര് നിനക്ക് ഇടട്ടെ ഞാൻ എന്നാ? പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാ, നിന്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തില്. നിനക്ക് പറ്റിയ പേരെന്നെ, നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് ഇട്ടേക്കണ അവര്, നിന്റെ കൂടെയുള്ളവരെ നിനക്ക് ഇട്ടേക്കണ പേര് കേട്ടാ. എന്നെ പറഞ്ഞതിന്റെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിനെ ശരിക്കിട്ട് കിട്ടിയ. ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല. കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടാ. അതിനടിക്കും. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? നിന്റെ ശരീരത്തിന് പറ്റിയ പേര് തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിന്നെ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യാൻ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ ശരീരം നല്ലതാണോ? അത് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവരെന്തിനാ അങ്ങനെ പറയുന്നത്? ഭംഗിയില്ലാത്തവളാണ്, ഊത്ത കവളാണ്. ഇവരുടെ കവള എങ്ങനെയാണ്? ഇവര് ചെറുപ്പത്തിലെ ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു വ്യക്തിയോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ ബോഡി ഷേമിങ്ങോ അവർ വൃത്തിയില്ലാന്നോ അവർ ഭംഗിയില്ലാന്നോ ഒന്നും പറയാൻ പാടില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ചാനലിൽ കൂടെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബോഡി ഷേമിങ് നടത്താനോ ഒരു ഭംഗിയില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവര് പറഞ്ഞ നാണയത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് 2026 മൂപ്പരോർക്കൊന്ന് കത്തിജ്വലിച്ച് നിൽക്കണം. എന്താ പറഞ്ഞല്ലോ, ഈ സ്നേഹ ശ്രീകുമാർ പറഞ്ഞല്ലോ, ആൾക്ക് ഈ 66 വയസ്സിലാണ് ഒന്ന് ജ്വലിക്കാൻ പറ്റിയതെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വയസ്സിലും ആൾക്ക് വീണ്ടും ജ്വലിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കാം, ഒന്ന് ഏറി കയറാനായിരിക്കാം. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയാ? ഈ പുതുവർഷത്തിൽ തന്നെ അടുത്തൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ആൾക്ക് തോന്നണം, അയ്യോ അവൾ എന്നെ അന്ന് പറഞ്ഞില്ലേ, എന്നാ ശരി അവൾക്കുള്ള മറുപടി ഇപ്പൊ കൊടുക്കാം എന്ന് തോന്നുകൊണ്ടാണ് മൂപ്പരാൾ ഇപ്പൊ വലിച്ചു വാരി. സ്നേഹ പോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സ്നേഹ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ, എന്നിട്ടുള്ള മറുപടി തിരിച്ചു കൊടുത്തേക്ക്. അല്ലാതെ ഇത്രയും ബോഡി ഷേമിങ്ങും വൃത്തികേടുകളും പറഞ്ഞുണ്ടാക്കിയ ഈ വ്യക്തിയെ വെറുതെ വിടുന്നത് നല്ലതല്ല. എല്ലാവരും തനിക്കെതിരെയാണ് എന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ സ്ത്രീ, ഈ അമ്മാമ്മ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ആ ഒരു അഹങ്കാരം പിടിച്ച വോയിസും ഇവരുടെ വർത്തമാനമൊക്കെ കേട്ടോ നിങ്ങള്? ഈ സമയത്ത് എല്ലാവരും സ്നേഹിച്ച് ജീവിക്കേണ്ട ടൈമായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.